സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നതിലൂടെ 6-7 ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കരസ്ഥമാകുവാനുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാനിന്റെ മാധുര്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത് മനസ്സറിഞ്ഞുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നതിലൂടെ മാത്രമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ, 3 കാര്യങ്ങൾ, മൻ ഫഅലഹുന്ന ഫഖദ് തഅമ തഅമൽ ഈമാൻ, അവനത് ചെയ്താൽ, അതൊക്കെ അവൻ പ്രവർത്തിച്ചാൽ അവൻ ഈമാനിന്റെ മാധുര്യവും അതിന്റെ രുചിയും അവന് അനുഭവിച്ചറിയാനാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 3-മത്തൊരു കാര്യം പറഞ്ഞത്, വഅഅതാ സകാത മാലിഹി ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു, തന്റെ ധനത്തിന്റെ സക്കാത്ത് അവൻ കൊടുത്തു വീട്ടുന്നു. എങ്ങനെ? മനസ്സറിഞ്ഞു കൊടുക്കണം. ഇതൊന്നും കൊടുക്കാതെ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള ജനങ്ങളുടെ മുമ്പിലുള്ള പേരോ പ്രശസ്തിയോ ഒന്നുമല്ല, മറിച്ച് ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു, മനസ്സറിഞ്ഞ് ഇത് തന്റെ കടമയാണ്, തന്റെ റബ്ബിനോടുള്ള സ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആ നിലക്കുള്ള ത്വയ്യിബായ ഒരു മനസ്സോടുകൂടെ ചിന്താഗതിയോടുകൂടെ സക്കാത്ത് കൊടുത്തവന് ഈമാനിന്റെ മധുരം അനുഭവിക്കുവാൻ സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിലൂടെ നമ്മുടെ ധനം ശുദ്ധമാവുകയാണ്. നമ്മുടെ ധനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കൂടി അവകാശങ്ങൾ കലർന്നതാകുമ്പോൾ അത് മലിനപ്പെട്ട ധനമായിരിക്കുമല്ലോ. നമ്മുടെ ധനത്തിൽ ഒരു പരിധിയോളമേ നമ്മുടേതുള്ളൂ. ചില പരിധി എത്തിക്കഴിഞ്ഞാൽ അതിൽ ചില ശതമാനം നമ്മുടേതല്ല, അത് മറ്റുള്ളവരുടെ അവകാശമാണ്. വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞ പല വിഭാഗങ്ങളുടെയും ഫഖറാവുകളുടെയും മസാക്കീനുകളുടെയും ഒക്കെ അതേപോലെയുള്ള അർഹതപ്പെട്ട ആളുകളുടെ അവകാശമാണ് ആ ധനം. അത് കൊടുത്തു വീട്ടാതെ നമ്മുടെ ധനത്തിൽ അത് കൂടിക്കലർന്നുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് വരുമാനമുണ്ടാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ ദുആ പോലും സ്വീകരിക്കപ്പെടാതെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പരാജിതരായി പോകും. അതുകൊണ്ട് നമ്മുടെ മുതൽ ക്ലിയർ ആവണമെങ്കിൽ, പ്യുവർ ആകണമെങ്കിൽ, ശുദ്ധമാകണമെങ്കിൽ സക്കാത്ത് കൊടുത്തു വീട്ടുന്നതിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ധനശുദ്ധിയാണ് 2-മത്തെ പ്രയോജനം. 3-മത്തെ പ്രയോജനം വിശുദ്ധ ഖുർആൻ അതേ ആയത്തിൽ തന്നെ പറഞ്ഞ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഖിറുഹും വതുസക്കീഹിം ബിഹാ, അതിലൂടെ അവർക്ക് തസ്കിയത്ത് ലഭിക്കണം, അവരുടെ മനസ്സ് ശുദ്ധമാവുകയാണ് 3-മത്തെ പ്രയോജനം. മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്ന ചില രോഗങ്ങളുണ്ട്, ചില മാലിന്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ശുഹ്, അതേപോലെ തന്നെ പിശുക്ക്, അതുപോലെ തന്നെ തന്റേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ. ഇതിനൊക്കെ മാത്രം ലാക്കാക്കിക്കൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്ന മാലിന്യങ്ങൾ മനുഷ്യന്റെ മനസ്സുകളിൽ കുടികൊള്ളുന്ന രോഗങ്ങളാണ്. അത്തരം രോഗങ്ങളില്ലെന്ന, മാലിന്യങ്ങളില്ലെന്ന, ന്യൂനതകളില്ലെന്ന മനുഷ്യ മനസ്സുകൾക്ക് തസ്കിയത്ത് ലഭിക്കുവാൻ, പരിശുദ്ധി ലഭിക്കുവാൻ, മനഃശുദ്ധി നേടുവാൻ എന്നർത്ഥം സക്കാത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതേപോലെ തന്നെ 4-മതായി പ്രയോജനപ്പെടുന്ന കാര്യം, ധനം ഒരിക്കലും നമുക്ക് നഷ്ടമാകാതെ, നമ്മുടെ ധനം പലപ്പോഴും നമ്മോട് പറയും, ആളുകൾ പറയും, ശൈത്താൻ പറയും, കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന്. ഇസ്ലാം പറയുന്നത്, നിന്റെ ധനം അന്യാധീനപ്പെട്ടു പോകാൻ, അത് മോഷ്ടിക്കപ്പെട്ടു പോകാതിരിക്കാൻ, അത് നീ വിചാരിക്കാത്ത വഴിയിലൂടെ അതിന്റെ ബറക്കത്ത് ചോർന്ന് നഷ്ടപ്പെടാതെയാകാൻ, നിന്റെ ധനത്തിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുവാൻ, അതുപോലെ തന്നെ അതിന്റെ വളർച്ചയും പുരോഗതിയും നിന്റെ ധനത്തിൽ അടിക്കടി വർദ്ധിക്കുവാനൊക്കെ സക്കാത്താണ് നിനക്ക് കാരണമാവുക എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദഇഫൂൻ, നിങ്ങൾ സക്കാത്തിൽ നിന്ന് എന്തൊന്ന് കൊടുത്തു വീട്ടുന്നുവോ, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലാക്കാക്കിക്കൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഇരട്ടികളായിക്കൊണ്ട് തിരിച്ചു നൽകപ്പെടുന്ന മുതലാണത് എന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിതാ സത്യം ചെയ്ത് നിങ്ങളോടൊരു ഹദീസ് പറയട്ടെ, നിങ്ങളത് മനഃപ്പാഠമാക്കി വെച്ചോളൂ. മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖ, ഒരടിമയുടെയും സമ്പത്തിൽ നിന്ന് സദഖ കൊടുത്തത് കൊണ്ട്, സക്കാത്ത് കൊടുത്തത് കൊണ്ട് ഒരൽപ്പമെങ്കിലും കമ്മിയാകും, കുറഞ്ഞു പോകും എന്ന് നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട രൂപത്തിലുള്ള പ്രയോജനവും നമുക്ക് നിലനിൽക്കുന്നത് നമ്മുടെ നിർബന്ധദാനമായ സക്കാത്തിലൂടെയും ഐച്ഛിക ധർമ്മങ്ങളായ സദഖകളിലൂടെയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നാളെ പരലോകത്ത് നമ്മുടെ നന്മയുടെ റിക്കാർഡ് കാണുമ്പോൾ സന്തോഷിക്കാൻ നിമിത്തമാകണമെങ്കിൽ സക്കാത്തും സദഖകളും കൊടുത്തേ പറ്റൂ.
യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ. ഓരോ മനുഷ്യനും അവിടെ നാളെ പരലോകത്ത് താൻ ചെയ്തിട്ടുള്ള ഖൈറുകളെ തന്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞ റെക്കോർഡുകളായി കാണുമ്പോൾ അവന് സന്തോഷിക്കുവാൻ നിമിത്തമാകണമെങ്കിൽ ഈ മേഖലയിൽ അവൻ ശ്രദ്ധിച്ചേ പറ്റൂ. ആറാമത്തെ കാരണമായി പ്രത്യേകം പ്രയോജനം എടുത്തു പറയാനുള്ളത് സമൂഹത്തിൽ സൗഹൃദം വളരും എന്നുള്ളതാണ്. സമൂഹത്തിൽ പലപ്പോഴും രണ്ട് തട്ടിലുള്ള ജനങ്ങളാണ് ഉണ്ടാവുക. ഉള്ളവരുമുണ്ടാകും, ഇല്ലാത്തവരുമുണ്ടാകും. ഉള്ളവർ ഇല്ലാത്തവരെ പരിഗണിക്കാതെ ജീവിക്കുന്നവരവസ്ഥ വന്നാൽ ഇല്ലാത്തവരുടെ മനസ്സിൽ ഉള്ളവരോട് രോഷം പതഞ്ഞു പൊങ്ങും, വിദ്വേഷം അവരുടെ മനസ്സുകളിൽ ഉണരും, പകയുണ്ടാകും, അസൂയയുണ്ടാകും. അതേ അവസരത്തിൽ ഉള്ളവർ അവരുടെ ധനത്തിൽ നിന്ന് ഇല്ലാത്തവർക്ക് കൊടുത്ത് സഹായിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ മനസ്സുകൾ തണുക്കും, ശാന്തമാകും. അവർ ഈ പണക്കാർക്ക് ഇനിയും ബറക്കത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. കാരണം ഉണ്ടെങ്കിലല്ലേ നമുക്കും ലഭിക്കുകയുള്ളൂ എന്ന മാനസികമായ ഒരവസ്ഥയിലേക്ക് അവരും വളരും, അവരും ഉയരും. അതുകൊണ്ട് തന്നെ സമൂഹ മനസ്സാക്ഷിയുടെ മുമ്പിൽ പ്രശ്നങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ബഹളങ്ങളില്ലാതെ, കാലുഷ്യങ്ങളില്ലാതെ, സംഘർഷഭരിതമായ ഒരവസ്ഥയില്ലാതെ സമൂഹത്തിൽ ഐക്യവും സൗഹൃദവും ഉള്ള ഒരു അന്തരീക്ഷം വളരുവാൻ സകാത്ത് കാരണമാകുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏഴാമത്തെയും അവസാനത്തെയുമായ കാരണമായി പറയാനുള്ളത്, നല്ല ഒരു മരണം നമുക്ക് വേണോ, നിർബന്ധമായും സകാത്ത് കൊടുത്തിരിക്കണം. കാരണം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നു, ആർക്കെങ്കിലും നിർബന്ധമായും സകാത്ത് കൊടുക്കുവാനുള്ള കണക്കെത്തിയിട്ട് അവൻ അത് ചെയ്യുന്നില്ലെങ്കിൽ മരണത്തിന്റെ വേളയിൽ അവൻ ദുനിയാവിലേക്കൊന്ന് തിരിച്ചു പോകാൻ വേണ്ടി അള്ളാഹുവിനോട് കെഞ്ചി അപേക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതിന്റെ ശേഷം മഹാനവറുകൾ പറഞ്ഞു, തെളിവായി നിങ്ങൾ ഈ ആയത്ത് പഠിച്ചു വെച്ചോളൂ. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് فيقول ربي لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ജനങ്ങളെ, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിച്ചോളൂ. മരണം നിങ്ങളിൽ ഒരാൾക്ക് വന്നെത്തുന്നതിന്റെ മുമ്പ് മരണമെത്തി സകാത്ത് കൊടുത്തിട്ടുമില്ലെങ്കിൽ നിങ്ങൾ കെഞ്ചും അല്ലാഹുവിനോട്, റബ്ബി, എന്റെ രക്ഷിതാവേ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരടുത്ത നിമിഷത്തേക്കെങ്കിലും നീ എന്നെ ഒന്ന് പിന്തിച്ചിട്ട് തരാമോ, ഞാനൊന്ന് മടങ്ങിപ്പോകട്ടെ. ഫഅസ്സദ്ദഖ, ഞാൻ സദഖ കൊടുത്തോളാം, ഞാൻ സകാത്ത് കൊടുത്തോളാം. വഅകും മിനസ് സാലിഹീൻ, ഞാൻ സദ്വൃത്തരായ ആളുകളുടെ കൂട്ടത്തിൽ പെടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഞാൻ ചെയ്യാതെ ബാക്കി വെച്ചുവോ അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് കെഞ്ചുന്ന നേരമാണ് മരണത്തിന്റെ നേരം. തൊട്ടടുത്ത വചനം പറയുന്നത്, വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിക്കഴിഞ്ഞവർക്ക് ഈ രൂപത്തിലുള്ള ഒരു കെഞ്ചി അപേക്ഷകളും ഫലപ്രദമാവുകയില്ല. ഇനി അങ്ങോട്ട് മരണത്തിന്റെ ഖബറിലേക്കേ പോവുകയുള്ളൂ, തിരിച്ചു ദുനിയാവിലേക്ക് ഒരു മടക്കമില്ല. അതുകൊണ്ട് നന്നായി മരിക്കണോ, ഈമാൻ കിട്ടി മരിക്കണോ, കരയാതെ മരിക്കണോ, പേടിയില്ലാതെ മരിക്കണോ, സ്വർഗത്തിന്റെ സുവിശേഷ വാർത്തകൾ കേട്ടും ആ രൂപത്തിലുള്ള കാഴ്ചകൾ കണ്ടും കൊണ്ട് മരിക്കണോ, നരക ഭയം കൂടാതെ മരിക്കണോ, സകാത്ത് കൊടുത്തേ പറ്റൂ എന്നാണ് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്.